ചിലപ്പോഴൊക്കെ ചരിത്രം എഴുതപ്പെടുന്നത് നിശബ്ദമായ ബലിദാനങ്ങൾ കൊണ്ടാണ്. 2025 ഓഗസ്റ്റ് 15 ഇന്ത്യ അതിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഛത്തീസ്ഗഡിലെ അബുജ്മത് വനമേഖലയിലുള്ള ബിനാഗുണ്ട എന്ന ഗ്രാമത്തില് ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുകയായിരുന്നു. മനീഷ് സുരേദി എന്ന 22 വയസ്സുകാരൻ ആ ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തു. അവനൊരു മുളങ്കമ്പ് നാട്ടുകയും അതിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്തു. ദശകങ്ങളായി മാവോയിസ്റ്റ് സ്മാരകങ്ങൾ മാത്രം കണ്ടിരുന്ന ആ മണ്ണില് ആ കൊച്ചു കുട്ടികൾക്കൊപ്പം അവൻ ജനഗണമന പാടിയപ്പോ അത് ദണ്ഡകാരണ്യത്തിലെ ചുവന്ന സാമ്രാജ്യത്തിന്റെ അന്ത്യകൂദാശിയായിരുന്നു. പക്ഷെ ആ രാത്രി ഒട്ടും ശാന്തമായിരുന്നില്ല. ഓഗസ്റ്റ് 18 അർദ്ധരാത്രി കാടിന്റെ വന്യമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തോക്കുധാരികളായ ഒരു സംഘം അവന്റെ കുടിലിന്റെ വാതിൽ തകർത്തു. മാവോയിസ്റ്റുകളുടെ ജന അദാലത്ത് എന്നറിയപ്പെടുന്ന പ്രാകൃത കോടതി അവനെ വിചാരണ ചെയ്തു. കുറ്റം: സ്വന്തം രാജ്യത്തെ സ്നേഹിച്ചു, ത്രിവർണ പതാക ഉയർത്തി. ആ രാത്രിയിൽ മുഴങ്ങിയ വെടിയൊച്ചകൾ ഒരു യുവാവിന്റെ ജീവനെടുത്തു. പക്ഷെ ആ ചോര വീണ മണ്ണിൽ നിന്നും പടർന്നത് ഭയമല്ല, മറിച്ച് ഒരു ജനതയുടെ പ്രതിഷേധമായിരുന്നു. മനീഷിന്റെ ഭരണം വെറും ഒരു കൊലപാതകമായിരുന്നില്ല, അത് ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്നും ആ ചുവന്ന കറ മായ്ച്ചു കളയാനുള്ള പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ന് 2026 ബിനാഗുണ്ടയിലും ബസ്തറിലും 10,000-കണക്കിന് പതാകകൾ ഉയരുമ്പോൾ ഭാരതം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നക്സലിസം എന്ന ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ഭീഷണി അതിന്റെ അവസാന അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് വെറും 10-12 വർഷം കൊണ്ട് ഇന്ത്യ ഈ അസാധ്യമായ ദൗത്യം പൂർത്തിയാക്കിയത്? അജിത് ഡോവലിന്റെയും അമിത്ഷായുടെയും ബുദ്ധിയിൽ ആ ഒരു മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു? നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. നക്സലിസം എന്നത് പെട്ടെന്നുണ്ടായ ഒന്നല്ല. അതിന്റെ വേരുകൾ തിരഞ്ഞു പോയാൽ നമ്മൾ എത്തുക 1967 പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിലാണ്. ചാവു മജുംദാർ, ഖനു സന്യാൽ എന്നിവരുടെ എല്ലാം നേതൃത്വത്തിൽ ജന്മിത്വത്തിന് എതിരെ നടന്ന ഒരു തുടങ്ങിയ സമരമായിരുന്നു അത്. പക്ഷെ താമസിയാതെ അത് മാവോ സേ തൂങ്ങിന്റെ പ്രത്യയശാസ്ത്രം കടമെടുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള സായുധ പോരാട്ടമായി മാറി. ഇന്ത്യയുടെ ഹൃദയത്തിലെ വിള്ളൽ നേപ്പാൾ അതിർത്തിയിലെ പശുപതി മുതൽ ആന്ധ്രയിലെ തിരുപ്പതി വരെ നീണ്ടുകിടക്കുന്ന ഒരു ഭൂപ്രദേശം. ഇതിനെയാണ് നമ്മൾ റെഡ് കോറിഡോർ എന്ന് വിളിച്ചിരുന്നത്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ വനമേഖലകൾ മുഴുവൻ ഇവരുടെ നിയന്ത്രണത്തിലായി. 2004 മുതൽ 2014 വരെയുള്ള ഇരുണ്ട പതിറ്റാണ്ട് ഇന്ത്യൻ സുരക്ഷാ സേനകൾക്ക് നേരെ നടന്ന ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾ നടന്ന കാലഘട്ടമാണ്. 76 CRPF ജവാന്മാരെ ഒളിഞ്ഞിരുന്ന് കൊലപ്പെടുത്തി ആ ശരീരങ്ങളെ പോലും അവർ അപമാനിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ നേതൃത്വത്തെയും കൂട്ടക്കൊല ചെയ്തു. അന്ന് 126 ജില്ലകൾ റെഡ് കോറിഡോറിന്റെ ഭാഗമായിരുന്നു. അവിടെ ഇന്ത്യയുടെ നിയമം നടപ്പിലാകില്ല. സ്കൂളുകൾ തകർക്കപ്പെട്ടു, റോഡുകൾ ബോംബ് വെച്ച് തകർത്തു. വനവാസി സഹോദരങ്ങളെയൊക്കെ ഭരണകൂടത്തിനെതിരെ തിരിച്ച് അവർ ഒരു സമാന്തര സർക്കാരാണ് നടത്തിയത്. ഇതിനെയാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി എന്ന് വിളിച്ചത്. പക്ഷെ ആ ഭീഷണി നേരിടാൻ ആവശ്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തി അന്ന് നമുക്കില്ലായിരുന്നു. നക്സലൈറ്റുകൾ എപ്പോഴും പറഞ്ഞിരുന്നത് അവർ ജലത്തിനും വനത്തിനും ഭൂമിക്കും അതിനുവേണ്ടി പൊരുതുന്നു എന്നാണ്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിലെ കറുത്ത ബിസിനസ് പുറത്തു വരും. അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പോപ്പി കൃഷിയിലൂടെ പണം കണ്ടെത്തുന്നത് പോലെ മാവോയിസ്റ്റുകൾ ആന്ധ്ര, ഒഡീഷ അതിർത്തിയിലെ കാടുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷി കേന്ദ്രങ്ങളാക്കി മാറ്റി. നിരപരാധികളായ ആദിവാസികളെ കൊണ്ട് കഞ്ചാവ് നടുവിക്കുകയും അത് വൻ നഗരങ്ങളിലേക്ക് കടത്തുകയും ചെയ്തു. ഇതിലൂടെ ലഭിക്കുന്ന 100 കണക്കിന് കോടി രൂപ കൊണ്ടാണ് അവർ ആധുനിക ആയുധങ്ങളും IED ബോംബുകളും ഒക്കെ വാങ്ങിയത്. പിന്നെ ഇവർ വികസനത്തിന്റെ ശത്രുക്കളാണ്. എന്തുകൊണ്ടാണ് ഇവർ റോഡുകൾ നിർമ്മിക്കുന്നത് തടയുന്നത്? എന്തുകൊണ്ടാണ് മൊബൈൽ ടവറുകൾ ബോംബ് വെച്ച് തകർക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. വികസനം വന്നാൽ, റോഡ് വന്നാൽ അവിടേക്ക് പോലീസും ഭരണകൂടവും ഒക്കെ എത്തും. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ അവരുടെ നുണപ്രചാരണങ്ങളൊന്നും വിലപ്പോകില്ല. അവർ കരാറുകാരിലും കച്ചവടക്കാരിലും നിന്ന് പ്രതിവർഷം 150 മുതൽ 300 കോടി രൂപ വരെയാണ് ലേവി എന്ന പേരിൽ ഗുണ്ടാ പിരിവ് നടത്തിയത്. ഇതൊരു വിപ്ലവമല്ല, മറിച്ചൊരു $multi-million മാഫിയ ഗ്രൂപ്പായി മാറിയിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. നക്സലിസത്തെ വെറുമൊരു ക്രമസമാധാന പ്രശ്നമായി കാണാതെ അതിനെ വേരോടെ പിഴുതെറിയേണ്ട ഒരു വിഷവിത്തായി സർക്കാർ പ്രഖ്യാപിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സമാധാൻ എന്നൊരു മാസ്റ്റർ പ്ലാൻ ആണ് തയ്യാറാക്കിയത്. എന്താണ് ഈ സമാധാൻ? S for സ്മാർട്ട് ലീഡർഷിപ്പ് ആണ്. ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. A for അഗ്രസീവ് സ്ട്രാറ്റജിയാണ്, പ്രതിരോധത്തിന് പകരം ആക്രമണം. M for മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ്, അതായത് സൈന്യത്തിന് ആധുനിക പരിശീലനം. A for ആക്ഷനബിൾ ഇന്റലിജൻസ്, കൃത്യമായ വിവരശേഖരണം. D for ഡാഷ്ബോർഡ് ബേസ്ഡ് KPIs, ഓരോ ജില്ലയുടെയും പുരോഗതി വിലയിരുത്തൽ. H for ഹാർനസിംഗ്
ടെക്നോളജി, ഡ്രോണുകളും സാറ്റലൈറ്റ് ചിത്രങ്ങളും. A4 ആക്ഷൻ പ്ലാൻ ഫോർ ഈച്ച് തിയേറ്റർ, ഓരോ സ്ഥലത്തും ഓരോ തന്ത്രം. N4 നോ ഇംപ്യൂണിറ്റി ഫോർ സറണ്ടർ, കീഴടങ്ങുന്നവർക്ക് നല്ല ജീവിതമല്ലാത്തവർക്ക് ശിക്ഷ. അപ്പോൾ ഭാരത സർക്കാർ കാട്ടിത്തന്ന ചങ്കൂറ്റം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. വനമേഖലകളിൽ നമ്മൾ ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസുകളൊക്കെ സ്ഥാപിച്ചു. മുൻപ് സൈന്യത്തിന് കാടിനുള്ളിൽ പോയി ആക്രമണം നടത്തി തിരിച്ചു വരിക പ്രയാസമാണ്. എന്നാൽ ഇപ്പോൾ കാടിനുള്ളിൽ തന്നെ സൈന്യം ക്യാമ്പ് ചെയ്തു. 2024 മാത്രം അബുജ്മത് വനമേഖലയിൽ 50-ലധികം ക്യാമ്പുകളാണ് ഉയർന്നത്. ഇത് മാവോയിസ്റ്റുകളുടെ വിഹാര രംഗം ഇല്ലാതെയാക്കി. CRPFന്റെ കോബ്ര ബറ്റാലിയൻ, ഛത്തീസ്ഗഡിൽ സ്വന്തം DRG എന്നിവർ കാടിളക്കി വേട്ടയാടി. ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ ഒളിത്താവളങ്ങളൊക്കെ ഓരോന്നായി തകർത്തു. പഴയ കാലത്തെ പോലെ തോക്ക് തോളിൽ തൂക്കി അവർക്കിപ്പോൾ കാടിനുള്ളിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല. ഇന്ത്യയുടെ നിഴൽ യുദ്ധം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. കാടിനുള്ളിൽ തോക്കേന്തി നിൽക്കുന്നവരെക്കാൾ അപകടകാരികൾ നഗരങ്ങളിലിരുന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്നവരാണെന്നും സർക്കാർ തിരിച്ചറിഞ്ഞു. ഇതിനെയാണ് നമ്മൾ അർബൻ നക്സലിസം എന്ന് വിളിക്കുന്നത്. നക്സലേറ്റുകൾക്ക് വേണ്ടി മനുഷ്യാവകാശത്തിന്റെ പേരിൽ കോടതികളിൽ വാദിക്കുകയും വിദേശങ്ങളിൽ നിന്നും പണം എത്തിക്കുകയും ചെയ്യുന്ന കണ്ണികളെ NIA വലയിലാക്കി. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിച്ചു. ഇതോടെ കാടിനുള്ളിലെ ഭീകരർക്ക് പണവും വെടിയുണ്ടകളും ലഭിക്കാതെയായി. ഇത് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. തോക്കിനെ തോക്ക് കൊണ്ട് നേരിടുമ്പോഴും സർക്കാർ മറ്റൊരു വലിയ യുദ്ധം ജയിക്കുന്നുണ്ടായിരുന്നു. അത് ആദിവാസി സഹോദരങ്ങളുടെ ഹൃദയം കീഴടക്കുക എന്നതായിരുന്നു. അതിനും ഈ സർക്കാർ മാറ്റം കൊണ്ടുവന്നു. റെഡ് കോറിഡോറിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 12,000 കിലോമീറ്റർ റോഡാണ് നിർമ്മിച്ചത്. റോഡ് വന്നതോടെ സൈന്യത്തിന് വേഗത്തിലെത്താം, ജനങ്ങൾക്ക് കമ്പോളങ്ങളിൽ പോകാം. പിന്നെ ബാങ്കിങ് ആൻഡ് ഡിജിറ്റൽ ഇന്ത്യ, ജൻധൻ അക്കൗണ്ടുകൾ വഴി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് നേരിട്ട് പണം എത്തി. നക്സൽ നേതാക്കൾക്കിടയിൽ അവിടെ നിന്നും കമ്മീഷൻ അടിക്കാൻ പറ്റാതെയായി. 8,000-ലധികം മൊബൈൽ ടവറുകൾ കാടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു ആദിവാസി യുവാവ് ലോകത്തെ കാണാൻ തുടങ്ങി. അവർക്ക് വേണ്ടത് വിപ്ലവമല്ല വികസനമാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. ഭാരതത്തിന്റെ ഈ വിജയം വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, നരേന്ദ്രമോദി സർക്കാരിന്റെ അഖണ്ഡ ഭാരതം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ വിഘടനവാദികൾ അവസാനിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ത്രിപുരയും ആസാമും സമാധാനത്തിലേക്ക് മടങ്ങി. നാഗാലാൻഡിലെയും മണിപ്പൂരിലെയും തീവ്രവാദ ഗ്രൂപ്പുകൾ ആയുധം വെച്ച് കീഴടങ്ങി. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന തുക്കടെ ഗ്യാങ്ങുകൾക്കുള്ള വലിയ താക്കീതാണ് ബസ്തറിലെ ഈ വിജയം. ഇന്ത്യയെ മുറിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് മോദി സർക്കാർ നൽകിയത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് 2026-ലാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷം മാർച്ച് 31-ഓടെ ഭാരതം പൂർണ്ണമായും നക്സൽ വിമുക്തമാകുമെന്നാണ്. ഇതൊരു അത്ഭുതമാണ്. 50 വർഷം കൊണ്ട് തീർക്കാൻ പറ്റാത്ത പ്രശ്നം വെറും 10 വർഷം കൊണ്ട് എങ്ങനെ തീർന്നു? അതിന് കാരണം കൃത്യമായ പ്ലാനിംഗ്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, പിന്നെ ജനങ്ങളുടെ പിന്തുണ. ബസ്തറിലെയും ദണ്ഡകാരണ്യത്തിലെയും ഗ്രാമങ്ങളിൽ ഇന്ന് മാവോയിസ്റ്റ് സ്മാരകങ്ങളില്ല. പകരം അവിടെ സ്കൂളുകളുണ്ട്, സ്റ്റേഡിയങ്ങളുണ്ട്, വികസനത്തിന്റെ വെളിച്ചമുണ്ട്. മനീഷ് ദ്വിവേദി ഉയർത്തിയ ആ ത്രിവർണ്ണ പതാക ഇന്ന് ആ ഗ്രാമങ്ങളിലെ ഓരോ വീടിന് മുകളിലും അഭിമാനത്തോടെ പാറുകയാണ്. നക്സലിസം അവസാനിക്കുന്നത് വെറും ഒരു വാർത്തയല്ല, അത് ഭാരതത്തിന്റെ ആത്മാവ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന്റെ അടയാളമാണ്. നമ്മുടെ ആദിവാസി സഹോദരങ്ങൾ ഇനി ഭയത്തിന്റെ നിഴലിൽ ജീവിക്കില്ല. മനീഷ് ദ്വിവേദി എന്ന യുവാവ് ഒഴുക്കിയ രക്തം വെറുതെയായില്ല. ആ രക്തസാക്ഷിത്വമാണ് ഇന്ത്യയെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത്. ഇന്ന് റെഡ് കോറിഡോർ എന്ന് വിളിക്കുന്നിടത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്നു. ഇത് പുതിയ ഇന്ത്യയാണ്. അടിച്ചമർത്താൻ വരുന്നവരോട് സന്ധിയില്ലാതെ യുദ്ധം ചെയ്യുന്ന, സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് വികസനത്തിന്റെ കൈ നീട്ടുന്ന നവഭാരതം. ലോകത്തിന് മുന്നിൽ ഒരു കരുത്തുറ്റ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുമ്പോൾ ഉള്ളിലെ ശത്രുക്കളെ ഇല്ലാതാക്കിയത് ചരിത്രം സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തും. ആ കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഈ ഒരു അഭിമാന നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.